കൃഷ്ണകുമാറിന്റെ വീട്ടുവിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അഹാന കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. സിന്ധു കൃഷ്ണയുടെ അമ്മയാണ് സിന്ധു കൃഷ്ണയ്ക്കും അഹാനയ്ക്കുമെതിരെ വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നത്. തൻവി എന്ന ഇവരുടെ തന്നെ ചെറുമകളാണ് ഈ വീഡിയോ പുറത്തുവിട്ടത്. അതിന് പിന്നാലെ തന്റെ അച്ഛനെ അമ്മ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സിന്ധു കൃഷ്ണയും പുറത്തുവിട്ടിരുന്നു. താൻ തന്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെല്ലാം എന്നെ സിന്ധു കൃഷ്ണയും പറഞ്ഞു. എന്നാൽ ഇതൊന്നും തനിക്ക് പറയേണ്ട ആവശ്യമില്ല എന്നും ഇവരെന്ത് വേണോ ചെയ്തോട്ടെ എന്നും ഒക്കെയാണ് സിന്ധു കൃഷ്ണയുടെ ഭാഗം. എന്നാൽ അഹാന പറയുന്നത് തന്റെ അപ്പൂപ്പനാണ് തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിലും ചെയ്തു തന്നത്, അല്ലാതെ അമ്മുമ്മ തങ്ങൾക്ക് അറിവായ ശേഷം ഒന്നും ചെയ്തു തന്നിട്ടില്ല എന്നും അഹാന പറയുന്നുണ്ട്. വലിയ ചർച്ചയ്ക്കാണ് ഇവരുടെ വീഡിയോകളെല്ലാം വഴിവെച്ചത്. എന്നാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും അമ്മു വേണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ എന്റെ വീട്ടിൽ ഒരു അമ്മു വേണം. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയവൾ ആണ് എന്റെ അമ്മു എന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, സിന്ധു കൃഷ്ണയ്ക്ക് വേണ്ടി മുന്നോട്ട് വന്നത് അമ്മുവാണ് ഒരു വീഡിയോ ചെയ്തത്, അമ്മു എന്ന് പറയുന്ന അഹാന. ഇതിനു മുൻപ് ദിയയുടെ ഷോപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ നടന്ന സമയത്ത് അഹാനയാണ് അതെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത്. അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും സജീവമാണ് കൃഷ്ണകുമാർ. അഭിനയത്തിൽ തിളങ്ങി നിന്നൊരു സമയത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും തന്റെ രാഷ്ട്രീയ ജീവിതവും മിനുക്കിയെടുക്കുകയാണ് അദ്ദേഹം. കൃഷ്ണകുമാറിന്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നോക്കണ്ട, എല്ലാം തന്റെ 4 പെൺമക്കളും കൂടി നോക്കിക്കോളും എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. തന്റെ റിട്ടയർഡ് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ആസ്വദിക്കുകയാണ്. തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതായത് തനിക്ക് രാഷ്ട്രീയമാണ് ഇഷ്ടമെങ്കിൽ രാഷ്ട്രീയം ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. തന്റെ മക്കൾ തന്റെ വീട് നോക്കിക്കോളും എന്നൊരു ധൈര്യം ഇന്ന് കൃഷ്ണകുമാറിനുണ്ട്. ആ ധൈര്യത്തിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ അദ്ദേഹം കടന്നിട്ടുമുണ്ട്. 4 പെൺമക്കളല്ലേ, തനിക്ക് പേടിയില്ലേ ഇന്നത്തെ ലോകത്തേക്ക് ഈ പെൺമക്കൾ വളർന്നു വരുമ്പോൾ എന്ന ഒരു ചോദ്യം ഭാഗ്യലക്ഷ്മി ഒരു ഇന്റർവ്യൂവിൽ കൃഷ്ണകുമാറിനോട് ചോദിച്ചു. ആ സമയത്ത് കൃഷ്ണകുമാർ പറയുന്നത് അതാണ് ധൈര്യമെന്നാണ്. ഈ വരാൻ പോകുന്ന 100 വർഷം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കയ്യിലാണ്. സ്ത്രീകളാണ് ഇനി നയിക്കാൻ പോകുന്നത്. ഇവർക്കൊക്കെ എന്തിനാണ് റിസർവേഷൻ കൊടുക്കുന്നത്, സ്ത്രീകൾക്ക് എന്തിനാണ് റിസർവേഷൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുന്നോട്ടുള്ള കാലം എന്ന് പറയുന്നത് അവരുടേതാണ്. അവരാണ് സമ്പാദിക്കാൻ പോകുന്നത്, അവരാണ് ഇനി ലോകം നയിക്കാൻ പോകുന്നത് എന്നൊക്കെ കൃഷ്ണകുമാർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അത് ഭാഗ്യലക്ഷ്മിക്കും നല്ലൊരു സംഭവമായി തന്നെ തോന്നി. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. കൃഷ്ണകുമാർ അന്ന് ഹൻസികയ്ക്ക് തീരെ കുഞ്ഞാണ്, ഒരു 4-5 വയസ്സ് അല്ലെങ്കിൽ ഒരു 10 വയസ്സിനകത്തൊക്കെ പ്രായമുള്ളൂ. ബാക്കി എല്ലാവരും സ്കൂളിലോ കോളേജിലും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായമാണ് ഈ പെൺമക്കളൊക്കെ. എന്നാൽ ഇന്നത്തെ കാലം നോക്കുമ്പോൾ കൃഷ്ണകുമാർ അന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അച്ചട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അച്ചട്ടായിട്ടാണ് ഇന്ന് ഓരോ കാര്യങ്ങളും നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളും നോക്കിയാൽ ഇവർക്ക് സ്വന്തമായി ബിസിനസ് ഉണ്ട്, ഒരാൾ കുടുംബമായി കഴിയുന്നു, അയാൾക്കും ബിസിനസ് ഉണ്ട്, സ്വന്തമായി വീടുണ്ട്, കാറുണ്ട്. എല്ലാം ഈ പെൺമക്കൾ തങ്ങളുടെ അധ്വാനത്തിലൂടെ തന്നെ നേടിയതാണ്. അത് പറയുമ്പോൾ ഇവർക്ക് തന്നെ നല്ല അഭിമാനവുമുണ്ട്. കാരണം വെറുതെ ഇരുന്നിട്ടല്ല, അച്ഛന്റെയും അമ്മയുടെയും പൈസ എടുത്ത് ചിലവാക്കുന്ന ഇന്നത്തെ ലോകത്ത് പോഷറായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് പണം ഉണ്ടാക്കുന്ന സമയത്ത് തങ്ങൾ ഒരു ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്താണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഹൻസികയും ഈ ബിസിനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. അമ്മയും 3 പെൺമക്കളും മാത്രമല്ല, ദിയ കൃഷ്ണയെ തന്റെ ഭർത്താവിനോടൊപ്പം തന്നെ ഒരു ജ്വല്ലറി ബിസിനസ്സും അതിനൊപ്പം തന്നെ ഒരു ഡ്രസ്സിന്റെ ബിസിനസ്സും ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവരുടെ ഫാമിലി വാർത്തകളൊക്കെ വലിയ രീതിയിൽ ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. ഇവരുടെ തന്നെ വ്ലോഗിലൂടെ പുറത്തു വന്ന കുറെ കാര്യങ്ങൾ ചർച്ചകളായി വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ പഴയ വീഡിയോകളൊക്കെ കാണുമ്പോൾ കൃഷ്ണകുമാർ എത്രത്തോളം ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു സാധനം എത്രത്തോളം മുന്നിൽ കണ്ടിരുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. വിക്കിപീഡിയ സീസ് 7 or 8 something like that. ഒരു സിനിമ കഴിഞ്ഞിട്ട് 3-4 വർഷത്തിന് ശേഷം അടുത്ത സിനിമ സംഭവിക്കുന്നു. എനിക്ക് അഹാന തന്നെ സ്വയം ചിന്തിച്ചിട്ടില്ല, അതായത് ഇത്രയും ലുക്സ് ഉണ്ട്, ഇത്രയും ടാലന്റഡ് ആണെന്ന് പറയുന്നത്, ഇത്രയും ഫെയിം ഉണ്ട്, എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് സിനിമകൾ സംഭവിക്കുന്നില്ല എന്നുള്ള സ്വയം ചോദിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? ചിന്തിക്കാറുണ്ട്. പക്ഷെ അതാണ് സമയം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഒരു കാര്യം നടക്കേണ്ട സമയത്തേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതുകൊണ്ട് മറ്റോണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഈ യൂണിവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് അതിന് തോന്നുമ്പോഴേ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇത്ര വർഷം കഴിയുമ്പോൾ പക്ഷെ യു മേക്ക് പീസ് വിത്ത് ഇറ്റ്. സി
യു ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇപ്പം ജേർണി ഭയങ്കര ക്വിക്ക് അല്ലെങ്കിൽ കുഴപ്പമില്ല. ഫോർ മീ അറ്റ് ലീസ്റ്റ് ഐ റിയലൈസ് ദാറ്റ് ഈവൻ ഇഫ് മൈ ജേർണി ഈസ് സ്ലോ ഐ എം ഓക്കെ ആസ് ലോങ് ആസ് ഇറ്റ്സ് ഹോൾസം. ഒരു 50 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ പടപടപടപടപടേ നല്ല സാധനങ്ങൾ സംഭവിച്ചതെങ്കിലും കുഴപ്പമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന കുറെ വർക്കാണ് ഉള്ളതെങ്കിൽ ഐ വുഡ് ബി ഹാപ്പി എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ ഇപ്പോ. അതുകൊണ്ട് ഇനിയിപ്പോ ഇച്ചിരി സ്ലോ മോഷൻ ആയാലും കുഴപ്പമില്ല, വരുന്നത് നല്ലത് വന്ന് ചെയ്യാം. അതെ, സ്ലോ ആയാലും കുഴപ്പമില്ല, ഗ്രോത്ത് ഇങ്ങനെ ആയാൽ മതി എന്നാ സത്യം. ഓക്കെ, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഷൈൻ ടോം ചാക്കോന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന ഭാര്യയായിട്ടല്ലേ? അതെ, യെസ്. ഷൈൻ ടോം ചാക്കോനെ നമ്മൾ ഇന്റർവ്യൂസിൽ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഓറ നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഒരു നേച്ചർ ഓഫ് ആക്ടിങ്, ഓഫ് സ്കൂൾ ഓഫ് ആക്ടിങ് എങ്ങനെയാ, സ്റ്റൈൽ ഓഫ് ആക്ടിങ് എങ്ങനെയാ? പുള്ളി വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഐ ആം ദ കൈൻഡ് ഓഫ് പേഴ്സൺ, എനിക്ക് എന്ത് വൈബാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് അത് അത്രത്തോളം അല്ലെങ്കിൽ അതിലേറെ അങ്ങോട്ട് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആസ് എൻ ആക്ടർ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈബ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മളും അങ്ങോട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വൈബ് കൊടുത്ത് നല്ലൊരു സിനർജി ഉണ്ടായിരുന്നു നമ്മൾ ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പുള്ളി നന്നായിട്ട് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് ചെയ്യണമെന്ന് പുള്ളിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇറ്റ് മേക്സ് ആ ജോബ് റിയലി ഈസി. നമ്മൾ രണ്ടുപേരും വളരെ ഇൻവോൾവ് ആയിരുന്നു, എപ്പോഴും ആ സിനിമയെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ച്. അതുകൊണ്ട് വളരെ ഈസി ആയിരുന്നു ഇംപ്രവൈസ് ചെയ്യാനാണെങ്കിലും. അപ്പം പുള്ളി വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നത് കാരണം അത് എന്റെ പെർഫോമൻസിനെ റിഫ്ലക്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. So for that I'm definitely grateful to him. It was lovely working with him. Super. നമ്മളുടെ ക്യാരക്ടറിന്റെ പേര് എന്താ? ഗീതിക. ഇത് കുറെ നാളെ എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 എന്തോ ഷൂട്ട് ചെയ്ത. എന്തുകൊണ്ടാണ് ഇത്രയും സമയം എടുത്ത് വളരെ വൈകി? അല്ല, ബേസിക്കലി ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയാ നോൺ പ്രെഡിക്റ്റബിൾ സിറ്റുവേഷൻ ആണല്ലോ. എന്താ പറയാ, തിയേറ്റേഴ്സ് അടയ്ക്കുന്നു, തിയേറ്റേഴ്സ് തുറക്കുന്നു. ഇറ്റ് വാസ് എ വെരി ട്രിക്കി സിറ്റുവേഷൻ. അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു നാച്ചുറലി. പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്റർ ആണോ OTT ആണോ അത് ഫിഗർ ഔട്ട് ചെയ്ത് കുറച്ച് സമയം പോയി. പിന്നെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സമയം. അപ്പൊ ഇതായിരുന്നു അതിന്റെ ബെസ്റ്റ് സമയം. അപ്പൊ ഈ ഡിലേസ് സംഭവിക്കുമ്പോഴും നമ്മൾ സ്വയം പറയാറുണ്ടായിരുന്നു ആ കുഴപ്പമില്ല, ഒരു നല്ലൊരു ബെറ്റർ ടൈമിന് വേണ്ടിയിട്ടായിരിക്കും. ഈ സിനിമ എടുത്ത ഒരു സമയം തൊട്ട് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ആൻഡ് ബെസ്റ്റ് റിലീസ് ഇറ്റ് കുഡ് ഹവ് ഗോട്ടൻ. കാരണം ഇപ്പോഴത്തെ ആൾക്കാർ കോവിഡിനെ ഒന്നും ഭയക്കാതെ നല്ലപോലെ തിയേറ്റേഴ്സിൽ പോകുന്നു, വളരെയധികം സിനിമകൾ കാണുന്നു. അപ്പം വിഷു റിലീസ് കിട്ടുന്നു. അപ്പം ഡിലേസ് ഒക്കെ നല്ലതിനായിരുന്നു. SmileyTrips.com, India's #1 travel and tourism company. നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും SmileyTrips.com. കൂടുതൽ വിവരങ്ങൾക്ക് SmileyTrips.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ചെറിയൊരു റാപ്പിഡ് ഫയർ റൗണ്ടിലേക്ക്. സൂപ്പർ. അപ്പോൾ റാപ്പിഡ് ആയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, as a blogger, make your answers rapid and full of fire. Maybe നോക്കാം. ആസ് എ വ്ളോഗർ ഒട്ടും ഇഷ്ടമില്ലാത്ത ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഓപ്ഷൻസ് തരാം. ഓക്കെ, താങ്ക് യു ഫോർ ഓപ്ഷൻസ് because I was thinking I don't know what to തൊണ്ട വെച്ചിട്ട് ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമെന്നുള്ളതാണ്. അല്ലല്ല, ഞാൻ എന്താ പറയണ്ടേന്ന് ആലോചിക്കുക. ഓപ്ഷൻ നല്ലതാ പറഞ്ഞു. ഓപ്ഷൻസ് എ, നെഗറ്റീവ് കമന്റ്സ് കാണുന്നത്, യൂട്യൂബ് ഇൻകം ചോദിക്കുന്നത്, നമ്മൾ ട്രോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യപ്പെടുന്നത് നമ്മളുടെ വീഡിയോസ്. അതല്ല, ഇതൊന്നുമല്ല, അതൊക്കെ മേലെ കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നത് ആസ് എ വ്ളോഗർ. ഞാൻ റിയാക്ട് ചെയ്യുന്ന അതെന്താ പോയിന്റ് മനസ്സിലായില്ല. നമ്മളുടെ വീഡിയോസ് ട്രോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞ ഇതിലൊന്നും അങ്ങനെ വലിയ ഇറിറ്റേറ്റഡ് ആവാറില്ല. കാരണം ആരെങ്കിലും എന്റെ യൂട്യൂബിൽ, ഞാൻ ഭയങ്കര ഇൻഫോർമലാണ്, എന്നോട് യൂട്യൂബ് ഇൻഫോ ഒക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. അതിപ്പോ മറ്റൊരാൾക്ക് ഞാൻ പറയുന്നത് കൊണ്ട് ഒരു സഹായം ആവുന്നുണ്ടെങ്കിൽ, ഇൻഫാക്ട് ഈവൻ ഇൻ ദി ഇൻഡസ്ട്രി സോ മെനി ഓഫ് മൈ കോ ആക്ടർ ലൈക് ഫീമെയിൽ ആക്ടർ ഫ്രണ്ട്സ്, അവർക്ക് കൊളാബ്സ് ഒക്കെ വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് റേറ്റ് ചോദിക്കുന്നത് എത്രയാ പറയണ്ടേ. ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാനല്ലാതെ അവിടെ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാനിതൊക്കെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിതിലൊന്നും അങ്ങനെ വലിയ ഇറിറ്റേഷൻ തോന്നാറില്ല. പിന്നെ ഈ റിയാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ എന്താണ്, മറ്റൊരാളുടെ കണ്ടന്റിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ എനിക്ക് അതിനോട് അങ്ങനെ വലിയൊരു പോസിറ്റീവ് അഭിപ്രായം തോന്നാറില്ല. പക്ഷെ അല്ലാതെ ഇതിനോട് ഒന്നിനോടും എനിക്ക് അങ്ങനെ വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നാറില്ല. ഇല്ല. സാധാരണ ഈ വ്ളോഗേഴ്സിനോട് ഇൻകം ചോദിക്കുന്ന സമയത്ത് അവര് എന്തിനാ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്നത്? അതൊരു എന്റെ വയസ്സ് ചോദിച്ചാൽ പോലും എനിക്കൊന്നും തോന്നുന്നില്ല. എന്റെ ഹൈറ്റ് ചോദിച്ചു, എന്റെ വെയിറ്റ് ചോദിച്ചു, എനിക്കൊരു കുഴപ്പമില്ല. നമ്മൾ തമ്മിൽ ആക്ച്വലി ഒരു കണക്ഷൻ ഉണ്ട്. നമ്മുടെ ബർത്ത്ഡേ സെയിം ആണോ? യെസ്, 1995 October 13. Are you serious? Yeah, serious. We were born on the same day. Yeah, exactly. എന്റെ അറിവില് എനിക്ക് മലയാള ഇൻഡസ്ട്രിയിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. Oh, that's really cute. What time were you born? എത്ര മണിക്കാ ജനിച്ചേ? അയ്യോ, അതെനിക്ക് അറിയത്തില്ല. ഞാൻ വൈകിട്ട് 3:21.
ഉച്ചയ്ക്ക് 2:30 അയ്യോ, അപ്പൊ താൻ ജനിച്ച 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ജനിച്ചേ. അയ്യോ, മലയാള സിനിമയിൽ എനിക്കറിയില്ല. ഇല്ല, വേറെ ആരുമില്ല. ഗോവിന്ദ് വസന്തയുടെ വൈഫ് രഞ്ജിനിയുടെ ബർത്ത്ഡേ 13th October ആണ്. ഇയർ പൊതുവെ 13 ഒരു അൺലക്കി നമ്പർ ആയിട്ട് ആൾക്കാർ പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാറുണ്ട് അഹാനയുടെ എന്റെ സിനിമ എന്നുള്ള കൊള്ളാം. അടുത്തതിലേക്ക് പോയാലോ? ആസ് എ ബ്ലോഗർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ, വീഡിയോ എഡിറ്റ് ചെയ്യാൻ, കണ്ടന്റ് ഉണ്ടാക്കാൻ, തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ. ഒന്നിലും കഷ്ടപ്പെടാറില്ല. എനിക്കെല്ലാം ഞാൻ പുട്ടുപോലെ ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ. പിന്നെ ഞാനാണ് എന്റെ ടീം. ഈ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാലോട്, അതായത് ഉറക്കം ഉളച്ച് കുറെ സമയം എടുത്ത് എഡിറ്റ് ചെയ്ത് പട്ടിപ്പണി എടുത്തിട്ട് നമ്മൾ ഇത്രയും റീച്ച് ഉണ്ടാക്കുന്നതെന്ന്. ഇല്ല, ഞാൻ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ എണീറ്റിരുന്ന് ബാക്കി എഡിറ്റ് ചെയ്യും. ഞാൻ തന്നെയാണല്ലോ എന്റെ ബോസും. ഐ എം നോട്ട് ആൻസറബിൾ ടു ഇന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ. ഞാൻ തന്നെയാണ് എന്റെ ബോസ്. അപ്പം ഇല്ലില്ല, എനിക്കിതൊന്നും വീഡിയോ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും തംബ്നെയിൽ ഉണ്ടാക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ആഴ്ച എത്ര വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും? അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. എനിക്ക് തോന്നുമ്പോ ഒരു വീഡിയോ ഉണ്ടാക്കും. എന്റെ ഇഷ്ടം, എന്റെ കമ്പനി, ഞാനാണ് ഇവിടുത്തെ എംപ്ലോയി, തൂത്തുവാരുന്ന ആള് എല്ലാം ഞാൻ തന്നെയാ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ആരോടും ആൻസറബിൾ അല്ലല്ലോ. ഓക്കെ. ഒരുപാട് മലയാളി ബ്ലോഗർമാരുടെ ഫേവറേറ്റ് ആണ് അഹാന കൃഷ്ണകുമാർ. അഹാനയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലോഗർ ഇദ്ദേഹമാണ്. ആരാ? ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെ ഒത്തിരി വ്ളോഗ്സ് കാണാറില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ അനിയത്തിയെടുത്ത് ഈ ചോദ്യം ഇഷാനിയെടുത്ത് ചോദിച്ചപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ എന്റെ വീട്ടിലുള്ള എല്ലാവരുടെയും വ്ളോഗ് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ ഒത്തിരി വ്ളോഗ്സ് ആക്ച്വലി ഒത്തിരി കാണാറില്ല. പണ്ട് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ഫ്രണ്ട് എനിക്ക് കേസി നെയ്സ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഉണ്ട്, പുള്ളിയുടെ സാധനം അയച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഇഷ്ടമില്ല കുക്കിംഗ് ചാനൽസ് ഒക്കെയാ. മലയാളത്തിൽ ഏതെങ്കിലും ഫേമസ് കുക്കിംഗ് ചാനൽസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ലില്ല, ഞാൻ ഈ മറ്റേ റാൻഡം ചുമ്മാ കുക്കിംഗ് ഞാൻ പറയാം ഐ ടെൽ യു വൺ പേജ്. ലൈക്ക് ഈ ചില ASMR കുക്കിംഗ് വീഡിയോസ് ഉണ്ട്, കുക്കിംഗ് ട്രീ എന്നൊക്കെ പറഞ്ഞിട്ട്, കൊറിയൻ ഒക്കെയാണെന്ന് തോന്നുന്നത്. അവർ മറ്റേ ASMR ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കും. എനിക്കത് ഭയങ്കര സാറ്റിസ്ഫൈങ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ് വ്ളോഗ്സ് ആക്ച്വലി. ഞാൻ ഫുഡ് വീഡിയോസ് ഒത്തിരി കാണാറുണ്ട്. എനിക്ക് ASMR കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ചാനൽസ് എനിക്ക് അതെങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കേ. മലയാളത്തിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആരുടെയെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കുറേ പേരുടെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ടു സേ ദാറ്റ് ഐ ലവ് ദാറ്റ് ചാനൽ, ഞാൻ ഇപ്പൊ പറഞ്ഞ അത് ഡിപ്ലോമാറ്റിക് ഫേക്ക് ആൻസർ ആയി പോകും. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇന്നൊരു ഫേവറേറ്റ് വ്ളോഗർ മലയാളത്തിൽ ഞാൻ എല്ലാവരുടെയും സംഭവം കാണാറുണ്ട്. പക്ഷെ ഒരു കോണ്ടന്റ് കണ്ട് ഞാൻ ഭയങ്കര അങ്ങനെ ഒന്നുമില്ല. ഇല്ല, ഞാൻ സ്റ്റീവ് ലോപ്പസിന് മുൻപും ഓഫേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷെ അത് സ്വീകരിക്കാഞ്ഞ കാരണങ്ങൾ ഇന്നതുകൊണ്ടാണ്. വന്നിട്ടുണ്ടല്ലോ ഒരുപാട് ഓഫേഴ്സ്. ഒരുപാടൊന്നുമില്ല, ഒരു 3 വന്നിട്ടില്ല. ഇല്ല, 1-1.5 എന്ന് പറയാൻ സത്യം പറഞ്ഞ. എന്റെ അറിവില് അന്നയും റസൂലില് താങ്കളല്ലേ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് ബാക്കി 2 ഏതാ? പിന്നെ ഞാൻ പറയാം, ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ അന്നയും റസൂല്, ദുൽഖറിന്റെ ഒരു സിനിമയിൽ ഏതാന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഈ സെക്കൻഡ് ഷോ അല്ലായിരുന്നു അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമായിരുന്നു. അല്ല, അന്നയും റസൂൽ വന്നപ്പോഴോ തന്നെയാ. ഇല്ല, അന്നയും റസൂൽ എന്നെ കാസ്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഇങ്ങനെ എന്തോ വിളിച്ചു എന്ന് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞു. പക്ഷെ അതിപ്പോഴും എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം നമുക്കും അവർക്കും ഒരു പേഴ്സണൽ ബന്ധം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കറിയത്തില്ല. പക്ഷെ അത് ചിലപ്പോൾ ഇപ്പോൾ എന്നെ അന്ന് വിളിച്ച് അവർ കൊണ്ടുപോയി ഒരു ലുക്ക് ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ചിലപ്പോൾ